സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. KPCC പ്രസിഡന്റ് കെ സുധാകരനെ അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ. തുടരണം ഈ നേതൃത്വം എന്ന പേരിലാണ് ഫ്ലെക്സുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൌസിലേക്കുള്ള വഴിയിലാണ് ഫ്ലെക്സുകൾ. തൃശൂർ കളക്ടറേറ്റ് പരിസരത്തും ഇടുക്കി തൊടുപുഴയിലുമാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. കണ്ണൂരിൽ കോൺഗ്രസ് പോരാളികൾ പയ്യന്നൂർ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. തിരുവനന്തപുരത്ത് നിന്ന് ആഷിഖ്, ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസും, കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കും, തൃശ്ശൂരിൽ നിന്ന് കെ അഖിലും ചേരുന്നു. ആദ്യം ആഷിഖ്, തിരുവനന്തപുരത്ത് എവിടെയൊക്കെയാണ് പോസ്റ്ററുകൾ, ആരാണിത് വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിലെ വാചകങ്ങൾ? നിഷാദ്, ഒരു 1-2 ദിവസത്തേക്ക് കെ സുധാകരനെ മാറ്റണമെന്ന KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഒരു ഇടവേള വന്നിരുന്നു. ഇപ്പോൾ അത് വീണ്ടും സജീവമാകുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൌസിന് മുൻപിലായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പേരിൽ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ വീടിന് തൊട്ടു മുമ്പിൽ തന്നെ ഇത്തരം ഒരു ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നതിൽ ഒരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട് എന്ന് നോക്കിക്കാണേണ്ടതുണ്ട്. കെ സുധാകരൻ തുടരണം, പിണറായി ഭരണം തുലയട്ടെ, കെ സുധാകരൻ തുടരട്ടെ എന്ന മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുള്ളത്. ഫ്ലെക്സ് ബോർഡിൽ സുധാകരന്റെ ഒരു പൂർണ്ണകായ ചിത്രമടക്കം ഉണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിൽ വെച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് ഊർജ്ജസ്വലതയുള്ള നേതാവ്, കോൺഗ്രസിനെ ഊർജ്ജസ്വലമായി നയിക്കാൻ ഊർജ്ജസ്വലതയുള്ള നേതാവ് വേണം എന്ന നിലപാടാണ് ഈ പറയുന്നത്. ഏതായാലും കെ സുധാകരനുള്ള ഒരു പ്രവർത്തകരുടെ പിന്തുണ, പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം തന്നെ സ്ഥാപിക്കുന്ന ഒരു ഫ്ലെക്സ് എന്ന് നമുക്കിതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തുടനീളം വെച്ചിട്ടുള്ള ഫ്ലെക്സുകളുടെ ഒരു തുടർച്ച എന്നതിൽ കൂടി കാണേണ്ടത്. വീണ്ടും ഈ കെ സുധാകരനെ മാറ്റുക എന്നുള്ള ചർച്ചകൾ സജീവമായി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരം ഈ കെ സുധാകരനൊപ്പമാണ് എന്ന് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ വരുന്നത്. നമുക്കറിയാം കെ സുധാകരൻ KPCC തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്തും ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഇദ്ദേഹം തുടരണം, കെ സുധാകരൻ നിലനിൽക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇടുക്കിയിലെ തൊടുപുഴയിലാണ് പിന്നീട് കണ്ടത് പോസ്റ്ററുകൾ. സിജോ, അവിടെ ആരാണിത് വെച്ചിരിക്കുന്നത്, എന്താണ് അതിൽ പറയുന്നത്? നിഷാദ്, സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ KPCC നേതൃമാറ്റം ചർച്ചയാവുന്നതിന് പിന്നാലെ തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് തൊടുപുഴ നഗരത്തിലും ഒപ്പം തന്നെ മൂവാറ്റുപുഴ ടൗണിലും ഇത്തരത്തിൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സുധാകരൻ ധീരനായ നേതാവാണ്, ധീരമായിട്ടുള്ള ഈ നേതൃത്വം തുടരണം എന്നുള്ള ഒരു വാചകങ്ങളൊക്കെ ആണ് ഈ പോസ്റ്ററിൽ ഉള്ളത്. നേതൃമാറ്റം അനിവാര്യമല്ല ഇപ്പോൾ എന്ന് ഈ ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനും അഭിപ്രായം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പെല്ലാം വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള ഒരു നേതൃമാറ്റം ഇപ്പോൾ ആവശ്യമില്ല ഒരു നിലപാടായിരുന്നു ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഈ പോസ്റ്ററുകളൊക്കെ സ്ഥാപിച്ചതിന് പിന്നാലെ അത്തരത്തിലൊരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. തൊടുപുഴ നഗരത്തിൽ ഗാന്ധി സ്ക്വയറിലും ഒപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് ഈ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മൂവാറ്റുപുഴ ടൗണിലും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിഷാദ്, ശരി, സിജോ വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് കൂടി. സുനിൽ, കണ്ണൂരിൽ സ്വാഭാവികമാണ് കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നത്. അവിടെ എന്തുമാത്രം സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ വാചകങ്ങളാൽ കെ സുധാകരന്റെ പിന്തുണ നിറയുന്നുണ്ട്? നിഷാദ്, നമുക്കറിയാം കെ സുധാകരന്റെ തട്ടകമാണ് കണ്ണൂരിൽ. അതുകൊണ്ട് തന്നെ കെ സുധാകരന് അനുകൂലമായി വ്യാപകമായി ഇത്തരത്തിലൊരു അവികാരം സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. ഇന്നലെയാണ് ആദ്യമായി ഒരുപക്ഷെ കണ്ണൂരിൽ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. അത് കണ്ണൂർ നഗരത്തിലായിരുന്നു. പിന്നാലെ ഇപ്പോൾ പയ്യന്നൂർ അടക്കം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സുധാകരന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വരുന്നിട്ടിരിക്കുന്നു. പയ്യന്നൂരിൽ കോൺഗ്രസ് പോരാളികൾ പയ്യന്നൂർ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തുടരണം എന്ന് തന്നെയാണ് ആ ഫ്ലെക്സ് ബോർഡുകളിലും ഉള്ളത്. ഇപ്പോൾ തിരക്കിട്ട് ഒരു നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ല, പാർട്ടിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടിലേക്ക് നേതൃത്വം നീങ്ങരുത് എന്നൊക്കെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകളിൽ ഉള്ളത്. എന്തായാലും മാത്രമല്ല ജില്ലയുടെ ചില നേതാക്കൾ തന്നെ പരസ്യമായി സുധാകരന് വേണ്ടി അനുകൂലമായി രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. DCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള MK മോഹനൻ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ രാജിവെക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ സുധാകരന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വന്തം തട്ടകമാണ് കണ്ണൂർ. സ്വാഭാവികമായും വലിയ തോതിലുള്ള ഒരു വികാരം സുധാകരന് അനുകൂലമായി ഉണ്ടാകും. എന്തായാലും കെ സുധാകരൻ കണ്ണൂരിൽ നിന്നുണ്ട്. ശരി, കെ സുധാകരന് അനുകൂലിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെടുകയാണ്. പല സംഘടനകളുടെയൊക്കെ പേരിലാണ്, ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ പേരിലാണ്. അഖിൽ തൃശ്ശൂരിലെ എവിടെയൊക്കെയാണ് അഖിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്? ആരാ വെച്ചിരിക്കുന്നത്? നിഷാദ, ഇന്ന് രാവിലെ മുതലാണ് ഈ തൃശ്ശൂർ കളക്ടറേറ്റ് പരിസരത്തുള്ള
കെ സുധാകരനെ അനുകൂലിച്ചിട്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആരുടെയെങ്കിലും പേരുകളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നവും അതോടൊപ്പം തന്നെ കെ സുധാകരന്റെ ഫോട്ടോ വെച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്നുള്ളതാണ് ശരി, ഞാൻ